Hi friends, good morning to all members. ഈ കാലഘട്ടങ്ങളിലെ മോഡേൺ കാലഘട്ടങ്ങളിലെ ജെൻസി പിള്ളേർ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയാറുണ്ട്. അവരൊരു തോട്ടുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്നലെ വായിക്കാനിടയായി. എൻ്റെ സ്വപ്നം, എൻ്റെ വിജയം, എൻ്റെ വളർച്ച, എൻ്റെ റേറ്റിംഗ്, എൻ്റെ ഫോളോവേഴ്സ്, എൻ്റെ ലൈക്സ് എല്ലാം ഞാൻ തന്നെ എന്നുള്ള എൻ്റെ എന്ന് മാത്രമുള്ള ഒരു തോട്ട്സുകളിലൂടെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ കടന്നു പോകുന്നത്. ഞാൻ എന്നത് കൊണ്ട് മാത്രം ഒരു കാരണവശാലും സമൂഹം എന്നുള്ള ഒരു വാക്ക് നമ്മളിൽ നിന്ന് ഒരിക്കലും ഉടലെടുക്കുന്നില്ല. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറയാറുണ്ട്, ഞാൻ എന്നത് സമൂഹമാണ്, സമൂഹം എന്നത് രാജ്യമാണ്, രാജ്യം എന്നത് ലോകമാണ്. ഇത് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ മറികടന്നിട്ടാണ് യഥാർത്ഥ ശക്തി തുടങ്ങുന്നത്. വി ആകുന്ന നിമിഷത്തിലാണ്. ഒരു സമൂഹം ആളുകളെ കൂട്ടമല്ല, ഹൃദയങ്ങളുടെ സ്പന്ദനമാണ്. എൻ്റെ ഹൃദയം നമ്മുടേത് മാത്രമാണ് ആകുമ്പോൾ, എൻ്റെ ഹൃദയം നമ്മുടേത് മാത്രമാകുമ്പോൾ, എൻ്റെ സന്തോഷം നമ്മുടെ മാത്രമാകുമ്പോൾ അവിടെയാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിറ്റി ജനിക്കുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് എല്ലാവർക്കും കമ്മ്യൂണിറ്റി വിട്ട് ഇമ്മ്യൂണിറ്റിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ്. The meeting is connection with Coffee 7 AM hereby call to order, presented by JCA Vandoor and JCA Tavanur. ഇന്നത്തെ ദിവസം 907, 907, അതായത് 1000 ദിവസങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. ഈ 1000 ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമ്മൾ വിജയമാണ്, നമ്മൾ ഡെഡിക്കേഷനാണ്, നമ്മുടെ കൂട്ടായ പ്രവർത്തനമാണ് ഇതിന് വിലയിരുത്തേണ്ടത്. ഇതിനു വേണ്ടി പിറകിൽ 907 ദിവസങ്ങൾ ഇതിന്റെ പിറകിൽ മാത്രം അണിനിറന്ന, ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത എൻ്റെ സുഹൃത്തുക്കളോടും ഇതിന്റെ കോർഡിനേറ്റേഴ്സിനോടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ടുഡേ ദ കോഫി ടോക്ക് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ഇന്നത്തെ വെൽക്കം സ്പീച്ചിന് വേണ്ടി ഹേമ രഞ്ജിനി മാം ട്രിവാൻഡ്രത്ത് നിന്ന് ക്ഷണിക്കുന്നു. I would like to invite Hema Ranjini ma'am for the welcome speech today the program. Thank you. Thank you sir, thank you so much. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നല്ലൊരു ശുഭദിനം നേരുന്നു. കോഫി ടോക്ക് എന്ന് പറയുന്നത് അത്യപൂർവമായ ഒരു സ്നേഹ സമ്രാട്ടായ ഒരു സംരംഭം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ഇന്നിവിടെ നമുക്ക് ട്രെയിനറായിട്ട് എത്തുന്നത് ഫൈസൽ സാർ, വടകര സീനിയർ സൂപ്പർവൈസർ, ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് അൺലോക്കിംഗ് ദ പേഴ്സണലൈസ്ഡ് AI വിത്ത് നോട്ട്ബുക്ക് എല്ലാം. അതിലെന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാൻ ഉണ്ട്. അതിന് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഇന്ന് യെല്ലോ പ്രസിഡന്റുമാരായ JFD നിതിൻ നാരായൺ സാർ, വളാഞ്ചേരി റോയൽസ്, JFA ജിനി സാംസൺ മാം, നിലമ്പൂർ ഗോൾഡൻ വാലി ഡാഫോഡിൽസ്. അതിനു മുന്നേ ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയൊരു വ്യക്തിത്വം നമ്മുടെ മുജീബ് സാർ. അദ്ദേഹം ഇന്ന് ചെയർമാൻ എന്ന കോഫി ടോക്കിന്റെ സ്വന്തം ആണ്. അദ്ദേഹത്തെ ഞാൻ ബഹുമാന പുരസ്കാരം സ്വാഗതം ചെയ്യുകയാണ്. കോർഡിനേറ്റേഴ്സ്മാരായ JFD ഡോക്ടർ ഇഷാം ഐദർ സാർ, JFD ശ്രീജിത്ത് സാർ ചിറക്കൽ, JFF രേഖ മാം, JC മുജീബ് സാർ, വെസ്റ്റേൺ കോളേജ് പ്രൊഫസർ. ഇന്ന് ഈ കോഫി ടോക്കിനെ അത്യപൂർവമായ നല്ല നിലയിലേക്ക് കൊണ്ടുപോകുന്ന അത്യധികം തന്നെ അവരുടെ എഫേർട്ട് നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ മലേഷ്യയിൽ നിന്ന് നമ്മുടെ സ്വന്തം ഉസ്മാൻ സാർ, അദ്ദേഹം ഇന്ന് കോഫി ടോക്കിന്റെ മാറ്റപ്പെടാൻ പറ്റാത്ത ഒരു അധ്യായമായി മാറിയിരിക്കുകയാണ്. അതിനേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നമ്മുടെ സ്വന്തം നാഗേഷ് സാറ്, നമ്മുടെ അച്ഛനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഗുരുനാഥനെ പോലെയൊക്കെ നമ്മൾ ആദ്യം ഈ ഫ്ലോർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രസന്നത തന്നെയാണ് നമ്മുടെ കോഫി ടോക്കിന്റെ അതിമനോഹരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ബഹുമാന പുരസ്കാരം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് കോഫി ടോക്കിനെ ഏറ്റവും കൂടുതൽ മുൻനിരയിൽ എത്തിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എന്റെ സ്നേഹിതരായ എല്ലാ സ്നേഹമുള്ള, അതിലെ പറയാൻ വാക്കുകളില്ല, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം പകർന്നു തന്നുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മൈ ഡിയേഴ്സ്. ജയ് ഹിന്ദ്, ജയ് കോഫി ടോക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. The great, the wonderful welcome speech. സിനിമയിലൊക്കെ ഉണ്ട് മമ്മൂട്ടിയുടെ അക്ഷരങ്ങൾ അടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നിങ്ങൾ പഠിച്ച ഇന്ത്യ എല്ലാം എന്നൊക്കെ പറഞ്ഞ പോലെ അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടുകയും അത് അതിൻ്റെതായ ഉച്ചാരണ സ്ഫുടതയോടെ വളരെ ഭംഗിയായിട്ട് ആരെയും
വിടാതെ തന്നെ ഒരു വെൽക്കം സ്പീച്ച് എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിക്കണം എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ആ പഠനം ഹേമരഞ്ജിനിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഭംഗിയായിട്ടുണ്ടായി. ഐ അപ്രിഷിയേറ്റ് യു ദ റൈറ്റ് ദ വെൽക്കം സ്പീച്ച്. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് അടക്കം. അതിനു മുന്നേ ഏകദേശം 18 വർഷത്തോളമായി നാട്ടിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലും പല സ്ഥലത്തും ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ 10 വർഷത്തോളമായി ദുബായ് വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തന്റെ പ്രൊഫഷനും ട്രെയിനിങ്ങും ഈ പ്രോഗ്രാംസുകളൊക്കെ ഒരുമിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്ക് ഇന്ന് നമ്മളെ കോഫി ടോക്കിലേക്ക് അതിഥിയായി അല്ലെങ്കിൽ ഒരു ട്രെയിനറായി എത്തിയുള്ളത്. ഫൈസൽ വടകര, ട്രെയിനർ സീനിയർ സൂപ്പർവൈസർ ദുബായ് സിറ്റിയിലും അതേപോലെ വാട്ടർ അതോറിറ്റിയിലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇത്രയും തിരക്കുള്ള ഈ വ്യക്തിത്വങ്ങള് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്കൊരു കോഫി ടോക്കിൽ ഭാഗ്യമാണെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ടോപ്പിക് അൺലോക്കിംഗ് ദ പവർ ഓഫ് ദ പേഴ്സണലൈസ്ഡ് AI വിത്ത് നോട്ട്ബുക്ക് എല്ലാം. ഇത് എന്താണ് ഉദ്ദേശം എന്നുള്ളത് ട്രെയിനർക്ക് മാത്രമേ അറിയുള്ളൂ. കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നൊക്കെ വായിച്ചെടുക്കാവുന്ന മാത്രം. എന്തോ ഒരു AI ആണ് സംഭവം, ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ. ഓക്കെ, നമുക്ക് വാക്കുകൾ വളരെ വ്യക്തമായി കേൾക്കാം. അദ്ദേഹത്തിന്റെ ടോപ്പിക് നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ കൂടി ഈ കോഫി ടോക്കിന്റെ 907ാമത്തെ ദിവസത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. The Faisal Vadagara, the trainer today, the supervisor, the Dubai City and the Water Authority. I would like to invite again this training program, the Faisal Vadagara. Sir, floor is your own. I hand over the floor. You're on for the 30 minutes. Thank you, sir. ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിനം നേർന്നുകൊണ്ട് തുടങ്ങുന്നു. ആദ്യമായി ഇങ്ങനെ ഒരു അവസരം ഈ ഒരു കോഫി ടോക്ക് പ്ലാറ്റ്ഫോമിൽ എനിക്ക് നൽകിയ ഇതിന്റെ എല്ലാ അണിയറ പ്രവർത്തകരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. ഞാൻ ഓഡിയബിൾ ആണല്ലോ അല്ലേ? ഏറ്റവും നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ എന്നെ പരിചയപ്പെടുത്തി തന്ന ഹേമ മാം, മുജീബ് സാർ, അങ്ങനെ ഇതിന്റെ എല്ലാ അണിയറ പ്രവർത്തകരോടും ഞാൻ ഒരിക്കൽ കൂടി എന്റെ എല്ലാ ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിച്ചു കൊള്ളട്ടെ. ഇങ്ങനെ ഒരു അവസരം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നൽകിയതിന്. എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അംബിക മാം ആണ്. അംബിക മാമിന്റെ കൊളീഗാണ്. അപ്പോ അവരോടും ഒക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയാനായിട്ട് ഉപയോഗിക്കട്ടെ. ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മനോജ് സാർ വഴിയാണ് കോണ്ടാക്ട് ചെയ്തത്, എന്റെ ചെയർമാൻ. അപ്പോ ഇതിൽ ജോയിൻ ചെയ്യാൻ നോക്കുമ്പോ സ്പേസ് ഇല്ല, ഗ്രൂപ്പിൽ സ്പേസ് ഇല്ല. അപ്പൊ തന്നെ എനിക്ക് ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലായി. ഇത്രമാത്രം ആളുകളിലേക്ക് എല്ലാ ദിവസവും അറിവ് പകർന്നുകൊണ്ട് 907 ദിവസങ്ങൾ കടന്നുപോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു AI ടൂളിനെ കുറിച്ചാണ്. AI ടൂൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും അറിയാം അല്ലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. അതിനെ ഒന്ന് ഹോസ്റ്റ് ആക്കാൻ പറ്റുമോ? ഹോസ്റ്റ് ആണ് സാർ നിങ്ങൾ അല്ലേ? ഓക്കെ, നിങ്ങൾ ഹോസ്റ്റ് ആണ്. കേൾക്കുന്നില്ലല്ലോ ക്ലിയർ ആയിട്ട്? കേൾക്കുന്നുണ്ട്. യെസ്, കേൾക്കാൻ പറ്റുന്നില്ല? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. യെസ്, സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. അല്ലേ? നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നോട്ട്ബുക്ക് LM ആണ്. ഇതൊരു AI ടൂളാണ്. അപ്പോൾ ഈ ഒരു AI ടൂളിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ടൂള് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതും അതിന്റെ കുറച്ച് ഫീച്ചേഴ്സുമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ഒന്ന് പറയാമോ ആർക്കെങ്കിലും? മനുഷ്യബുദ്ധി പോലെ മെഷീൻ പ്രവർത്തിക്കുന്നത്. താങ്ക് യു സൂസൻ മാം, താങ്ക് യു. അതെ, വളരെ കറക്റ്റ് ആണ്. നമുക്കിവിടെ ഞാൻ PPT ഷെയർ ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടേഴ്സ് എബിലിറ്റി ടു തിങ്ക്, ലേൺ ആൻഡ് മേക്ക് ഡിസിഷൻ ഫ്രം ഡാറ്റ. അതായത് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു കമ്പ്യൂട്ടറിന്റെ കഴിവാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അത് മനുഷ്യനെ പോലെ ഭാഷ മനസ്സിലാക്കുകയും അത് ഇമേജ് മനസ്സിലാക്കുകയും അങ്ങനെ അതനുസരിച്ചുകൊണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് AI എന്ന് പറയുന്നത്. വിവിധങ്ങളായിട്ടുള്ള AI ടൂളുകൾ നമ്മുടെ ചുറ്റും അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ഒരു ടൂളുകളുടെ ഒരു കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾക്ക് ഇതിനെ മുഴുവനായിട്ട് ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും സാധിക്കാതെ വരുന്നുണ്ട്. നമ്മൾ 2-3 AI ടൈപ്സിനെ കുറിച്ച് പറയുകയാണ്. നേരോ AI, അതായത് ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന AI ടൂളുകളെയാണ് നമ്മൾ നേരോ AI എന്ന് പറയാറുള്ളത്. ഉദാഹരണത്തിന് സിരി, അലക്സ, നമ്മൾ പറയുന്ന കാര്യം മാത്രമേ അത് ചെയ്യുള്ളൂ. അതുകൊണ്ട് മറ്റു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയില്ല. രണ്ടാമത്തത് മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ അത് ലേൺസ് പാറ്റേൺ ഫ്രം ഡാറ്റ. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ നിന്നും അത് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കുന്നു. മൂന്നാമത്തെ ജനറേറ്റീവ് AI, നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ നിന്ന് അത് മനസ്സിലാക്കുകയും അത് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്യുകയും ചെയ്യുന്ന ടൂളാണ് ജനറേറ്റീവ് AI എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ChatGPT, ജെമിനി, ഇതൊക്കെ AI ടൂളുകളാണ്. നമ്മൾ ഈ ഒരു AI-യുടെ ഒരു സ്പീഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ലൈഡ് കൊടുത്തിരിക്കുകയാണ്. നമ്മള് ഇൻസ്റ്റഗ്രാം ഒരു 100 മില്യണിലേക്ക് എത്തിയിരിക്കുന്നത് 2.5 വർഷം കൊണ്ടാണ്. അതേസമയം ടിക്ടോക്ക് 9 മാസമേ എടുത്തുള്ളൂ. അത് ടെക്നോളജി എത്ര ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ChatGPT ഒരു 100 മില്യണിലേക്ക് എത്തിയിരിക്കുന്നത് വെറും 2 മാസം കൊണ്ടാണ്. അപ്പോ ഇത്രമാത്രം ടെക്നോളജി വേഗത കൈവരിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത്രമാത്രം സ്വീകാര്യത കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് AI നമ്മൾക്ക് ഇത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്? AI എന്തൊക്കെ മേഖലകളിലാണ് നമ്മളെ സഹായിക്കുന്നത്? എന്തൊക്കെ മേഖലകളിലായിരിക്കും? പല പല മേഖലകളുണ്ട്. അതെ, ഏറ്റവും കൂടുതൽ നമ്മള് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകള് നമ്മളെ സമയം ലാഭത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. കൂടാതെ നമ്മുടെ പ്രോഡക്ടിവിറ്റി, നമ്മൾ പണ്ട് 3-4 മണിക്കൂറുകൾ ചെയ്തുകൊണ്ടിരുന്ന ജോലികള് വളരെ വേഗതയിൽ 5-10 മിനിറ്റുകൾക്കുള്ളിൽ ചെയ്യുക ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ നമുക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗതയിൽ പഠിച്ചെടുക്കാം എന്നുള്ളതാണ്. അതായത് ലേൺ ഫാസ്റ്റർ എന്നുള്ളതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങള് ഇനി നമ്മളെ ടൂളിനെ പരിചയപ്പെടുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് ഒരു നോട്ട്സുകൾ എഴുതിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൂളുകളെ കുറിച്ച് മനസ്സിലാക്കാനും ഇത് ഉപയോഗപ്പെടുത്താനും സാധിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ആർക്കൊക്കെ ഒരു പെന്നും പേനയും കടലാസും എടുക്കാൻ പറ്റുമോ ഒന്ന് എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മള് നമ്മുടെ ഒരു പിന്നെ ടൂൾ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ടൂളിലേക്ക് വരികയാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ടൂള് എന്ന് പറയുന്നത് നോട്ട്ബുക്ക് എല്ലാം എന്നുള്ളതാണ്. നമ്മൾ പല വിധങ്ങളായിട്ടുള്ള ടൂളുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ? ജെമിനി, ChatGPT നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നില്ലേ? ആർക്കെങ്കിലും നോട്ട്ബുക്ക് എല്ലാം ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ടാകും. അപ്പോ ആരെങ്കിലും ഒന്ന് പറയാമോ, നോട്ട്ബുക്ക് എല്ലാം നമ്മുടെ മറ്റ് AI ടൂളുകളായിട്ടുള്ള ChatGPT, ജെമിനി,
അങ്ങനെയുള്ള മേറ്റ അതേപോലെയുള്ള ടൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ കൊളീഗായിട്ടുള്ള സൂസൻ മാം, അംബിക മാം, ഇവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോ ആരെങ്കിലും പിന്നെ പറയാൻ പറ്റുമോ? നമുക്ക് കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ നോട്ട്സോ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ടീച്ചേഴ്സിനൊക്കെ കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. അതാണ് അതിന്റെ വളരെ കറക്റ്റ് ആണ്. താങ്ക് യു മാം. മറ്റ് പിന്നെ ടൂളുകളിൽ നിന്നും പിള്ളേരുടെ പഠനത്തിന് പ്രയോജനമുള്ള ഒരു കാര്യമാണ്, മക്കളുടെ പഠനത്തിന്. എക്സാക്ട്ലി. സ്റ്റഡി പർപ്പസിനാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്നത്. പക്ഷെ നിരവധിയായിട്ടുള്ള മറ്റ് ഉപയോഗങ്ങളും ഇതിനുണ്ട്, നമുക്ക് പരിചയപ്പെടാം. വളരെ ശരിയാണ്. കൂടുതലായിട്ടും സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട, ഉപയോഗപ്പെടുത്തേണ്ട ഒരു ടൂളാണ് നോട്ട്ബുക്ക് LM എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ അംബിക മാം പറഞ്ഞതുപോലെ മറ്റ് AI ടൂളുകൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്നും ആൻസർ തരികയാണ്. അതേസമയം നോട്ട്ബുക്ക് LM ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റ, നമ്മുടെ കയ്യിൽ ഇപ്പോ ഒരുപാട് ഡാറ്റ ഉണ്ട്, ഒരു 200 പേജിന്റെ ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫയൽ എന്താണോ ഉള്ളത് അത് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതായത് ഇതിന് മൾട്ടി മോഡായിട്ടുള്ള സോഴ്സ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള PDF, ഗൂഗിൾ ഡോക്യുമെന്റ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ലിങ്ക്, യൂട്യൂബ്, ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് നോട്ട്ബുക്ക് LMലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ നമ്മൾ എഴുതിയിരിക്കുന്ന നമ്മുടെ നോട്ട് പുസ്തകത്തിലെ നമ്മുടെ നോട്ട്സ് ഉണ്ടല്ലോ, ഈ നോട്ട്സ് നമ്മൾ ഇമേജ് ആയിട്ട് നോട്ട്ബുക്ക് LMന് കൊടുക്കുകയാണെങ്കിൽ ഇത് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആണ് നമ്മൾക്ക് ഉത്തരങ്ങളായിട്ട്, നമ്മുടെ പ്രോബ്ലംസ് എന്താണോ അതിലുള്ള കണ്ടന്റ് നമ്മൾക്ക് ആവശ്യം, ആ കണ്ടന്റിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ഏത് പാഠഭാഗമാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ പാഠഭാഗം, ഒരു കെമിസ്ട്രി ആണോ ഫിസിക്സ് ആണോ, ഒരു സ്റ്റുഡന്റ് ഏത് കാര്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്നു, ഏത് സബ്ജക്റ്റ് ആണോ ഉദ്ദേശിക്കുന്നത്, ആ സബ്ജക്റ്റിന്റെ ഡാറ്റ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾക്ക് കിട്ടുകയാണ്. നമുക്ക് പരിചയപ്പെടാം. അതായത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ, ഇത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഉത്തരങ്ങൾ നൽകുന്നത്. അത് ഇന്റർനെറ്റ് സെർച്ച് ചെയ്തുകൊണ്ട്, ചിലപ്പോഴൊക്കെ നമ്മൾ ജെമിനൈ, ChatGPT പോലെയുള്ള AI ടൂളുകളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അനുഭവം ഉണ്ടാവും. തെറ്റായ ഉത്തരങ്ങളും വളരെ ശരിയായ രൂപത്തിൽ അത് നമ്മൾക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ അങ്ങനെ? നമ്മൾ പലപ്പോഴും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ജെമിനയും ChatGPT ഒക്കെ നമുക്ക് തരുന്ന ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ കരുതും അത് എക്സാക്ട് കറക്റ്റ് ആയിരിക്കും, പക്ഷെ അത് പൊട്ട തെറ്റായിരിക്കും ചിലപ്പോൾ പറയുന്നത്. ഹാലൂസിനേഷൻ എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവില്ലേ ഇങ്ങനെ? അതെ. അപ്പൊ അത് നമ്മൾക്ക് ഈ ഒരു ടൂളില് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഡാറ്റയാണ്, നമ്മൾക്ക് അറിയാം ഈ ഒരു ഡാറ്റ 100% കറക്റ്റ് ആണ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഡാറ്റയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾക്കിത് മറുപടി തരുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ മറ്റൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് നമ്മൾക്ക് ഓഡിയോ ഓവർവ്യൂ ആയിക്കൊണ്ട്, നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി ഒരു ഓഡിയോ ആയിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു, എനിക്കത് കേട്ടുകൊണ്ട് പഠിക്കാമായിരുന്നു. അപ്പോൾ അതിന് ഒരു മികച്ച ടൂളാണ് നോട്ട്ബുക്ക് LM എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് നമ്മൾക്ക് രണ്ടുപേര് ചേർന്നുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കില്ലേ? അപ്പോ നമ്മുടെ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പുസ്തകം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ പുസ്തകം നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുസ്തകത്തെ രണ്ടുപേർ ചേർന്നുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്ന രൂപത്തിൽ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും?
കൂടാതെ അത് ഏതൊരു ലാംഗ്വേജിലേക്കും നമ്മൾക്ക് മാറ്റാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള അറബി പുസ്തകമായിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ വളരെ എളുപ്പത്തില് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കേൾക്കാം എന്നുള്ളതാണ്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കിങ്ങനെ നമ്മൾ കൊടുത്ത ആ ടെക്സ്റ്റ് ബുക്ക് നമ്മൾക്ക് ഇംഗ്ലീഷില് അതിങ്ങനെ രണ്ടുപേർ ചേർന്നുകൊണ്ട് ഡിസ്കസ് ചെയ്ത് തരുന്നതിന്റെ ഇടയിൽ നമ്മൾക്ക് അതിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ അവരോട് പറയാണ്, നിങ്ങൾ പറഞ്ഞത് എനിക്ക് വ്യക്തമായിട്ടില്ല, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അതിനിടയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്നുള്ളതാണ്. അത് ഇംഗ്ലീഷ് ഭാഷയിലാണ് ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ രണ്ടുപേർ ചേർന്ന് നമുക്ക് ഒരു പോഡ്കാസ്റ്റ് രൂപത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ ചോദിക്കുകയാണ്, താങ്കൾ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയിട്ടില്ല, ഒന്നുകൂടി ആവർത്തിക്കാമോ എന്ന്. അപ്പോ അത് നമ്മൾ വെൽക്കം ചെയ്തുകൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്ത് തരികയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതില് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫയലുകൾ നമ്മൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതായത് നേരത്തെ പറഞ്ഞ പോലെ PDF, യൂട്യൂബ് ലിങ്ക്, നമ്മളൊരു വീഡിയോ, നമ്മളിപ്പോ ഈ ഒരു ക്ലാസിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിലെ കണ്ടന്റ് മൊത്തം എനിക്ക് വീഡിയോ കാണാനൊന്നും എനിക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, വളരെ കുറഞ്ഞ ഞാൻ ഈ ഒരു യൂട്യൂബിന്റെ ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് നോട്ട്ബുക്ക് എൽഎമ്മിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇതിലെ കണ്ടന്റ് എന്താണെന്ന് ഒരു ബ്രീഫ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നോട്ട്ബുക്ക് എൽഎമ്മിനോട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ബ്രീഫ് ചെയ്ത് തരും എന്നുള്ളതാണ്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 200 പേജുള്ള ബുക്ക് നമ്മൾ ഇതിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ, അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ, നമ്മൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് എന്താണോ എന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്ത് കൊടുക്കേണ്ട താമസം അതിലുള്ള കണ്ടന്റ് എവിടെ നിന്നാണെന്ന് വരെ കാണിച്ചുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം തരും എന്നുള്ളതാണ്. നമ്മളുടെ കയ്യിൽ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് ഡാറ്റകൾ ഉണ്ടാവില്ലേ, ആ ഡാറ്റകള് എല്ലാം തന്നെ നമ്മൾ ഓരോന്നായിട്ട് നമ്മളിപ്പോ നമ്മുടെ കയ്യിൽ വിവിധങ്ങളായിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റിന്റെ ഒരുപാട് നോട്ടുകൾ ഉണ്ടാവും. ആ നോട്ടുകളെല്ലാം തന്നെ നമ്മൾ പലപ്പോഴും നമുക്ക് ആവശ്യം വരുമ്പോൾ ഇങ്ങനെ റെഫർ ചെയ്ത് നോക്കണ്ടേ. അതിന് പകരം നമ്മൾ നോട്ട്ബുക്ക് എൽഎമ്മിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ക്ലിക്കിൽ മൊബൈലിൽ ഈ ഒരു വിഷയം എനിക്ക് നോക്കേണ്ടതുണ്ട് എന്നുള്ള പറയേണ്ട താമസം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ നമ്മളിലേക്ക് വരികയാണ്. അപ്പൊ എനിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഞാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ പുസ്തകങ്ങൾ വീണ്ടും എനിക്ക് പരതേണ്ടതില്ല. എന്താണോ ഇൻഫർമേഷൻ ആവശ്യമുള്ളത് ജസ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ആ ഇൻഫർമേഷൻ ഇവിടെ കിട്ടുകയാണ്. അപ്പോ അങ്ങനെ കിട്ടുക മാത്രമല്ല, അതെനിക്ക് ആവശ്യമുള്ള രൂപത്തിൽ വരെ കിട്ടുന്നു എന്നുള്ളതാണ്. ഞാൻ നേരിട്ട് നോട്ട്ബുക്ക് എൽഎമ്മിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുകയാണ്. ഗൂഗിൾ കാണാൻ ക്രോമിൽ കഴിയുന്നുണ്ടല്ലോ സെർച്ച് അല്ലെ? ചെയ്യണം സാറേ. ഗൂഗിൾ ക്രോമിലാണ് സെർച്ച് ചെയ്യേണ്ടത്. ഗൂഗിൾ ക്രോമിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മൊബൈലിലാണെങ്കിലും പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഈ ഒരു സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? യെസ് സർ, കാണാൻ വരുന്നുണ്ട്. അതിൽ ഒരു സിമ്പിൾ ലെഫ്റ്റ് സൈഡിൽ ഒരു സിമ്പിൾ കണ്ടോ, ഒരു ബ്ലാക്ക് കളറിൽ. ഇതാണ് നോട്ട്ബുക്ക് എൽഎമ്മിന്റെ സിമ്പിൾ. ഓക്കെ, അപ്പോ ഇതാണ് നോട്ട്ബുക്ക് എൽഎം. ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ബ്രൗസറിലും ഓപ്പൺ ചെയ്യാം. ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോട്ട്ബുക്ക് എൽഎം അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ സൈൻ ഇൻ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു സ്ക്രീനാണ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇമെയിൽ ID കൊടുത്തുകൊണ്ട് സൈൻ ഇൻ ചെയ്യണം. ഇത് ആക്ച്വലി ഗൂഗിളിന്റെ ഒരു ടൂളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൂഗിളിന്റെ വലിയ ഡാറ്റ ഇതിന് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ നമ്മൾക്കിപ്പോ എന്താണ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഗൂഗിളിന്റെ എല്ലാ ടൂളുകളും ഇതിൽ കൂടെ കാണിക്കുന്നുണ്ടോ. അതുകൊണ്ട് ഇതിലിപ്പോ പല വിധങ്ങളായിട്ടുള്ള എക്സ്റ്റൻഷനും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് നോട്ട്ബുക്ക് എല്ലാം വേണ്ടത്. നിങ്ങൾ ഗൂഗിളിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്ബുക്ക് എല്ലാം കാണാൻ കഴിയും. വെറുതെ പിന്നെ നിങ്ങൾ ഓൾറെഡി അതിൽ സൈൻ ഇൻ ചെയ്തിട്ട് ഒരു പ്രാവശ്യം സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എപ്പോഴെല്ലാം നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ ഇമെയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ ഗൂഗിളിൽ എക്സ്റ്റൻഷൻ ആയിട്ടുണ്ടോ ആ ടൂളുകൾ മൊത്തം ഇവിടെ കാണാൻ കഴിയും. അതിൽ നോട്ട്ബുക്ക് എല്ലാം സെലക്ട് ചെയ്താൽ മാത്രം മതി. ഒരു പ്രാവശ്യം സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരിട്ട് ഇതിലേക്ക് വരാം. അപ്പൊ ഈ കാണുന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ, ഈ ഒരു ആഡ് സോഴ്സ് പിന്നെ സ്റ്റുഡിയോ ഇപ്പുറത്ത് ഒക്കെ കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ. അതെ. അപ്പോ നമ്മള് ഒരു സോഴ്സ്, അതായത് നമ്മുടെ കയ്യിലുള്ള നോട്ട് എന്താണ്, ഫിസിക്സിൻ്റെതായിക്കോട്ടെ കെമിസ്ട്രിയുടേതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ എന്താണ് ഒരു ഫോണിന്റെ പിന്നെ നമ്മളെ ബുക്കില്ലേ അത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള വലിയ ഡാറ്റ, വലിയ പുസ്തകം, അത് നിങ്ങൾ ഇതിലേക്ക് ആഡ് സോഴ്സ് എന്നുള്ള ഒരു ബട്ടൺ ഇല്ലേ, അത് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യേണ്ട താമസം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് കാണാൻ കഴിയും. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എന്തൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം? അപ്ലോഡ് ഫയൽസ് എന്ന് കണ്ടോ, അതേപോലെ യൂട്യൂബ് ലിങ്ക് കൊടുക്കാൻ കഴിയും, എന്താണ് കോപ്പി പേസ്റ്റ് കൊടുക്കാൻ കഴിയും, നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും. അങ്ങനെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾ ഇവിടെ സോഴ്സ് ആയിട്ട് വരും. ഞാനിപ്പോ ഇതിലേക്ക് 2 കണ്ടന്റ് PDF ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അപ്ലോഡ് ഫയൽ കൊടുത്തതിന്റെ താമസം ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ റൈറ്റ് സൈഡിൽ കണ്ടോ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ആ, സ്റ്റുഡിയോന്റെ ഓപ്ഷന്റെ അടുത്ത് തന്നെ ഫസ്റ്റ് ഓഡിയോ ഓവർവ്യൂ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഈ ഒരു കണ്ടന്റിന്റെ ഓഡിയോ ഓവർവ്യൂ ഇവിടെ ലഭിക്കുകയാണ്. അതെ, ഇതിൽ തന്നെ ഈ ഒരു ഓഡിയോ ഓവർവ്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ലാംഗ്വേജ് വേണം നമ്മൾക്ക്, ഞാൻ കൊടുക്കുന്നത് അറബി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ചൈനീസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എനിക്ക് ആവശ്യമുള്ള ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ചൂസ് ലാംഗ്വേജ് കൊടുക്കാം. ഇത് ഷോർട്ട് വേണോ അല്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ളത് വേണം. ഈ കണ്ടന്റ് എനിക്ക് ഓഡിയോ ഓവർവ്യൂ കുറച്ച് ഷോർട്ട് ആയിട്ടുള്ളത് മതി എന്ന് വെച്ചോ, അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ഓഡിയോ വേണമോ ആ രീതിയിലുള്ള പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. എന്നിട്ട് ജനറേറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൊടുക്കണമെന്നില്ല, വെറുതെ ജനറേറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാലും ഇതിവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ, ഓഡിയോ ഓവർവ്യൂ. ഇപ്പൊ ഓൾറെഡി ഇവിടെ ഓഡിയോ ഓവർവ്യൂ ജനറേറ്റ് ആയിട്ടുണ്ട്, ഞാൻ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മലയാളത്തിൽ. നമുക്ക് റിപ്ലൈ ചെയ്യാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ലല്ല, ഇല്ല, കേൾക്കുന്നില്ല സാർ, കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലല്ലേ? ഷെയർ ചെയ്യുമ്പോ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല.
സാറല്ല, സാർ അടുത്ത ഇതിലേക്ക് പോയിക്കോളും. അതെ അതൊരു ഏറ്റവും പ്രാക്ടീസ് ചെയ്യട്ടെ. താഴത്തെ ഓക്കെ, പേപ്പർ എന്തായാലും നിങ്ങൾ കാണുന്നത് നോക്കുക. നമുക്കിവിടെ പിന്നെ ഈ ഒരു കണ്ടന്റ് ഓഡിയോ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ ഇത് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ഇതായല്ലോ, ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിന്റെ താഴെ ഒന്ന് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഒരു റൈറ്റ് സൈഡിൽ 3 ഡോട്ട് കണ്ടോ? ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഫയലുകൾ വീഡിയോ ഓവർവ്യൂ, ഓഡിയോ ഓവർവ്യൂ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇവിടെ കണ്ടോ. അടുത്തത് നമ്മൾ സൈഡ് ഡെക്ക്, അതെന്ന് പറഞ്ഞാൽ പ്രസന്റേഷൻ ആണ്. സൈഡ് ഡെക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ? നമ്മളൊരു ഡാറ്റ, നമ്മുടെ കയ്യിലുള്ള ഒരു നോട്ട്ബുക്ക് എന്താണ് അത്, ഇപ്പൊ ഞാൻ ഈ ഒരു PDF കൊടുത്തല്ലോ, അത് എനിക്ക് പ്രസന്റേഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിൽ സൈഡ് ഡെക്കിലേക്ക് പോകുന്നു. അപ്പോൾ അതിലും അതിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. മലയാളം വേണോ, എന്താണോ വേണ്ടത് അതവിടെ കൊടുക്കുക. ശേഷം ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ലാംഗ്വേജ് ഏതാണോ വേണ്ടത് അത് മാത്രം കൊടുക്കുക. എന്നതിന് ശേഷം ജനറേറ്റ് കൊടുക്കുക. അത് അവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാണാൻ കഴിയുന്നില്ലേ? കാണാം. വളരെ മനോഹരമായിട്ട് വിത്തിൻ വളരെ മിനിറ്റ്സ് ഇത് നമുക്ക് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മള് ഒരു PPT ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഇതിന് കൊടുക്കേണ്ട താമസം ഏത് ലാംഗ്വേജിലുള്ള PPT വേണമെന്ന് മാത്രം കൊടുക്കണ്ടു, ക്രിയേറ്റ് ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ട് വളരെ നല്ല രീതിയിൽ ചിത്രങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കേട്ടോ. ഒരുപാട് ഓപ്ഷന് ആ ഒരു പ്രസന്റേഷൻ കളറ് നമുക്ക് മാറ്റണം. ഇത് ജനറേറ്റ് ആയതിനു ശേഷം വീണ്ടും ഒന്നുകൂടി എനിക്ക് വേറെ രീതിയിൽ ജനറേറ്റ് ചെയ്യണം. അപ്പോഴൊക്കെ നമ്മൾ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് ഒന്ന് കൊടുക്കുകയേ വേണ്ടു ആവശ്യമുള്ളൂ. അതേപോലെ വീഡിയോ ഇത് ഇവിടെ ഒരു നമുക്ക് ആവശ്യമുള്ളത് ഫോർമാറ്റ് സെലക്ട് ചെയ്യാനും പറ്റും. വീഡിയോ ഞാൻ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇവിടെ. അത് റെവല്യൂഷനിൽ കാണാൻ പറ്റുന്നില്ല. ശബ്ദം ചിലപ്പം കാണാൻ കഴിയില്ല, അത് സെറ്റിംഗ്സിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ വേറെ കണ്ടോ മൈൻഡ് മാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ? മൈൻഡ് മാപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ കണ്ടന്റിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓപ്ഷനാണ്. അതായത് നമ്മളൊരു ഹിസ്റ്ററിയും ജോഗ്രഫിയും ഏത് കണ്ടന്റ് ആയിക്കോട്ടെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സബ് ഹെഡിങ് ആയിട്ട് തരുമ്പോ പഠിക്കാൻ വേണ്ടി നല്ല സുഖം ഉണ്ടാവില്ലേ? അല്ല, ഞാൻ ഇവിടെ ഒന്ന് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ദ AI റെവല്യൂഷൻ ഒരു ഹെഡിങ്, അതിന് സബ് ഹെഡിങ് ആയിക്കൊണ്ട് AI ഫണ്ടമെന്റൽസ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അത് വീണ്ടും കണ്ടോ, വാട്ട് ഈസ് AI മാറ്റേഴ്സ്. അപ്പോ ഇങ്ങനെ നമ്മളെ പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഠിക്കുന്ന കാര്യങ്ങളെ തന്നെ പ്രധാന പോയിന്റുകൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ്. ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. നമ്മൾക്ക് ഇത് ബ്രൗസിങ് പിന്നെ ഫോണിൽ ഉപയോഗിക്കാൻ മെമ്മറി ഇൻസ്റ്റാൾ ചെയ്യാൻ മെമ്മറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കയറിക്കൊണ്ട് നോട്ട്ബുക്ക് എല്ലാം ഒന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ഇതിൽ എന്താണ് ബ്രൗസിങ്ങിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏറ്റവും സുഖം നമുക്ക് നോട്ട്ബുക്ക് എല്ലാം ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ടൂളാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് നമ്മുടെ വലിയ ആളുകൾക്കും ഒക്കെ
നമ്മുടെ കണ്ടന്റ് ഒക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടന്റ് നമ്മുടെ പുസ്തകങ്ങളിൽ പരതേണ്ടി വരാതെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരൊറ്റ ക്ലിക്കിന് ലഭിക്കുന്നത് നമ്മുടെ ഫോണിൽ ലഭിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കില്ലേ? അതേപോലെ റിപ്പോർട്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ. ഈ റിപ്പോർട്ട് നമ്മളുടെ വലിയ കണ്ടന്റ് നമുക്കൊരു ബ്ലോഗിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മുടേതായ സ്റ്റൈലിൽ നമുക്കത് വിവിധങ്ങളായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ പേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കണ്ടന്റ് കൊടുക്കുക, അതിനുശേഷം ആവശ്യമുള്ള പ്രോംപ്റ്റ് കൊടുക്കുക. സ്റ്റഡി ഗൈഡ് ആയിട്ടാണോ വേണ്ടത്, അല്ലെങ്കിൽ അത് ബ്രീഫ് ചെയ്യാനാണോ വേണ്ടത്, അതൊരു ബ്ലോഗിന്റെ രൂപത്തിലാണോ വേണ്ടത്, ആ രൂപത്തിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജനറേറ്റ് ആയി കിട്ടും എന്നുള്ളതാണ്. കൂടാതെ നമ്മുടെയൊക്കെ ഒരു വിഷയത്തില് എന്താണ് എന്തെങ്കിലും ഒന്ന് പഠിക്കേണ്ടതുണ്ട് കുട്ടികൾ. അപ്പോ നമ്മുടെ കയ്യിൽ സോഴ്സ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാനൊന്നുമില്ല. അപ്പോ നമുക്കൊന്ന് നോക്കാം. നമ്മളിവിടെ ആഡ് സോഴ്സ് കൊടുത്തു. എന്തെങ്കിലും ഒരു വിഷയം നിങ്ങളൊന്ന് പറഞ്ഞേ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് സെർച്ച് ചെയ്യാം. ഇത് തന്നെ നമ്മൾക്ക് യൂട്യൂബ് വീഡിയോ ആയിട്ടും വെബ്സൈറ്റ് ലിങ്ക് ആയിട്ടും നമുക്ക് ഇവിടെ തന്നെ ഇതിന്റെ സോഴ്സുകൾ കിട്ടും എന്നുള്ളതാണ്. ഞാനിപ്പോ AI ഫോർ ഫ്യൂച്ചർ എന്ന് കൊടുത്തു. ജസ്റ്റ് ഒരു സോഴ്സും കൊടുത്തിട്ടില്ല, ഒന്നും അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് കൊടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇത് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ട് എനിക്ക് അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുള്ള ഒരുപാട് കണ്ടന്റ് കണ്ടോ? ഇവിടെ ഒരുപാട് കണ്ടന്റ് ഇത് തന്നെ തന്നു. അപ്പൊ ഇതിൽ നിന്നുള്ള എനിക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ടന്റ് എനിക്ക് ഇതിലേക്ക് ആഡ് ആവും. പിന്നെ അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇത് ഉത്തരം നൽകുക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? ഇപ്പൊ പറഞ്ഞ ഒരിക്കൽ കൂടെ പറയാവോ? ഇപ്പൊ പറഞ്ഞത് ഒരിക്കൽ കൂടെ പറയാവോ? എങ്ങനെയാണ് എവിടെ കാണിക്കുന്ന? ഇത് നമ്മളിവിടെ AI ഫോർ ഫ്യൂച്ചർ എന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്തതേ ഉള്ളൂ. എന്നിട്ടൊന്ന് എൻ്റർ ചെയ്യേണ്ട താമസം താഴെ ഒരുപാട് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സോഴ്സുകൾ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ സോഴ്സുകൾ തന്നെ നമുക്ക് താഴെ കാണുന്നില്ല. ഈ ഒരു AI in 2030 how AI agents അങ്ങനെ ഒരുപാട് സോഴ്സുകൾ ഇവിടെ കണ്ടു. സാറേ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ സാറേ. നമ്മളൊരു പുസ്തകത്തെ അധികരിച്ച് ഒരു പുസ്തകത്തിന്റെ സമ്മറി വേണം, കൺസൈസ് സമ്മറി. അത് കൊടുക്കാൻ പറ്റില്ല സാർ? ഫോർ എക്സാമ്പിൾ ആ പുസ്തകത്തിന്റെ ഓഡിയോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? PDF ഫയൽ കൊടുക്കാൻ പറ്റുമോ? എന്താണോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുക അത് നിങ്ങൾ ഇവിടെ കൊടുക്കുക. പേര് കൊടുത്താൽ മതിയോ? പുസ്തകത്തിന്റെ പേര് കൊടുത്താൽ കിട്ടുമോ? പേര് കൊടുത്താൽ കിട്ടുമെന്ന് നമുക്ക് ഇവിടെ ഇതിൽ കണ്ടന്റ് കിട്ടുമോ നോക്കേണ്ടി വരും. ഒരു മിനിറ്റ്, ഞാൻ പുസ്തകത്തിന്റെ പേര് പറയാം. പറഞ്ഞോ. ഡീപ്പ് വർക്ക് DEEP വർക്ക്. റൈറ്ററുടെ പേരോ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ കൂടെ കൊടുക്കൂ സാറേ. അല്ലാതെ ഒരു വേക്കുകൾ കൊണ്ട് ആ ബുക്കാണെന്ന് അത് റെക്കഗ്നൈസ് ചെയ്യണ്ടേ പ്രോംപ്റ്റ് കൊടുക്കുമ്പോ? ഡീപ്പ് വർക്ക് ബുക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് എവിടെ കണ്ടോ? ഡീപ്പ് വർക്ക് ബുക്ക് സമ്മറി വന്ന കാണാൻ കഴിയുന്നുണ്ടോ നമുക്ക്? ഇത് തന്നെയാണ് ഇത് റിലേറ്റഡ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. ഇവിടെ ഒരുപാട് കണ്ടന്റ് വന്നിട്ടുണ്ട് ഇപ്പോ. ഡീപ്പ് വർക്ക് ബുക്ക് സമ്മറി. ഇതന്നെയാണോ ഉദ്ദേശം? വിൻസെന്റ് സാറേ, ഇതന്നെയാണോ പേര്? അതിന്റെ ഓദറിന്റെ പേര് ഞാൻ ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകമാണ്. അത് കുഴപ്പമില്ല. ഏതാണോ നിങ്ങൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി അത് ഇത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് എന്നത് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം ഇത് ആഡ് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. ഇതിലെ ലിങ്കിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം
ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലാണോ ആ ഒരു PDF-ലാണോ എന്തിലാണോ ആ ഡാറ്റ ഉള്ളത് അത് നിങ്ങളുടെ നോട്ട്ബുക്ക് LMലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് ഇതിൽ നിന്നുകൊണ്ട് കിട്ടും. പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പുസ്തകം PDF ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതേ രൂപത്തിൽ നിങ്ങൾക്ക് ബുക്കായിട്ട് റീഡ് ചെയ്ത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലുള്ള കണ്ടന്റ് എന്താണോ അതായിരിക്കും ഒരു ഡിസ്കഷൻ രീതിയിൽ ആണ്, ഒരു പോഡ്കാസ്റ്റ് രീതിയിലാണ് നമുക്ക് ഓഡിയോ ആയിട്ട് കിട്ടുക. നമ്മൾക്ക് 2-3 ഫീച്ചർ കൂടി പറയാനുണ്ട്. നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാം. ഓക്കെ സാർ. പിന്നെ ഉള്ളത് റിപ്പോർട്ട്സ് കഴിഞ്ഞു. ഫ്ലാഷ് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജനറേറ്റ് ആയിട്ടുണ്ടോ? അതെ, ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കണ്ടന്റിന്റെ പ്രധാന പോയിന്റുകൾ ഒരു ഫ്ലാഷ് കാർഡ് രൂപത്തിൽ കണ്ടില്ലേ? വാട്ട് ഈസ് ദ പ്രൈമറി ഡെഫിനിഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അക്കോർഡിംഗ് ടു ദ സോഴ്സ് മെറ്റീരിയൽ? അപ്പോ നമ്മൾ തന്നെ പ്രധാന പോയിന്റ്, ഒരു പാഠഭാഗത്തിന്റെ പ്രധാന പോയിന്റുകൾ ഇങ്ങനെ ഫ്ലാഷ് കാർഡായി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ തന്നെ ആൻസർ ചെയ്യുക. സി ആൻസർ കമ്പ്യൂട്ടർ എബിലിറ്റി ടു തിങ്ക് ആൻഡ് ആക്ട്. അപ്പൊ നമ്മളത് ശരിയാണെങ്കിൽ നമ്മളോട് ശരി കൊടുക്കുക. അത് നമുക്കൊരു 1 മാർക്കായി. ഇങ്ങനെ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ അവരോട് തന്നെ പറയുക. ഞാൻ എൻ്റെ 2 മക്കളുണ്ട്, അവര് നല്ല രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്താറുണ്ട്. നമ്മൾ ഇപ്പോ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗം ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അല്ലെങ്കിൽ നമുക്കിത് നമ്മൾ ഒരു PSC ഒക്കെ പഠിക്കാൻ നോക്കിക്കോ. അപ്പോ ആ ഒരു ഭാഗങ്ങള് നമ്മൾ ഏതാണോ പഠിക്കുന്ന ഭാഗം അത് ഫോട്ടോ എടുത്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇമേജ് ആയിട്ട്. ശേഷം നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്യുക ഫ്ലാഷ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട്. ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. ഒരുവിധമുള്ള എല്ലാ പുസ്തകങ്ങളും പാഠപുസ്തകങ്ങളും എല്ലാം നമുക്ക് സൈറ്റിൽ തന്നെ കിട്ടും. അപ്പൊ അതിന്റെ സോഴ്സ് കൊടുത്താൽ മതിയാവൂലേ? ഓ, തീർച്ചയായിട്ടും അത് മതിയോ? എന്നതിന് ശേഷം ഇത് കണ്ടില്ലേ? ഓക്കെ, അടുത്ത ഓപ്ഷൻ. പിന്നെ ഒരു അടിപൊളി ഓപ്ഷനാണ് ക്വിസ്. കണ്ടില്ലേ ക്വിസ്? ഇതൊക്കെ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമല്ല, ഇതിൽ നമുക്ക് കുറെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ക്വിസ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് വേണം, ലെങ്തി ആയിട്ടുള്ളത് വേണം, ഹാർഡ് ആയിട്ടുള്ളത് വേണം, അല്ലെങ്കിൽ പിന്നെ അതിന് ഇവിടെ പ്രോംപ്റ്റും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ഇത് ജനറേറ്റ് ആവും ഡിഫോൾട്ട് എന്നുള്ളതിലൊക്കെ. ഞാൻ ജനറേറ്റ് കൊടുത്തു, ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ജനറേറ്റ് ചെയ്ത് വെച്ചതുണ്ടാവും ഇവിടെ ക്വിസ്. According to the source material, what is the primary characteristics that distinguish grounded AI tools like Notebook LM from general AI modes? ഞാൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ? നമ്മൾ ഒരിക്കൽ ജനറേറ്റ് ചെയ്ത ഡാറ്റ അവിടെ തന്നെ കാണും. ചിലതിനകത്തൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ AIയില് ഒരിക്കൽ ജനറേറ്റ് ചെയ്തിട്ട് രണ്ടാമത് ക്ലോസ് ചെയ്ത് രണ്ടാമത് ഓപ്പൺ ചെയ്യുമ്പോൾ നേരത്തെ ജനറേറ്റ് ചെയ്ത് ഉണ്ടാവണമെന്നില്ല. ഇത് സാർ ആൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്രിയേറ്റ് ചെയ്തൊക്കെ നോട്ട്ബുക്ക് ആയിട്ട് ഇവിടെ കണ്ടോ? അതെ അതെ, ഇവിടെ തന്നെ ഉണ്ടാവും. അത് മാത്രമല്ല നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ വേറൊരു കാര്യം കൂടി പറയണത്, നമുക്ക് വലിയൊരു സെഷനാണ്, കുറച്ച് വലിയ സെഷൻ ആയിട്ട് എടുക്കേണ്ടതാണ്. ജെമിനൈയിൽ ഇതിന്റെ എക്സ്റ്റൻഷൻ, ജെമിനൈ ടൂൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ തന്നെ നോട്ട്ബുക്ക് LM അതിന്റെ ഈ ഒരു കണ്ടന്റ് മൊത്തമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. അത് നമ്മൾ പിന്നീട് പറയാം. ഇതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ എന്റെ ഒരു മകന്റെ ഒരു പാഠപുസ്തകമാണ്. അതിലൊരു ഈ ഒരു പാഠത്തെ ഉദ്ദേശമുള്ള ക്വിസ്. സ്കൂൾ ആരെയാണ് കൈകാണിച്ച് അരികിലേക്ക് വിളിക്കുന്നത്? ഞാൻ ആൻസർ ചെയ്തു. കറക്റ്റ്. അതുവഴി പോകുന്ന കാറ്റിന്. കണ്ടോ? ദാറ്റ്സ് റൈറ്റ്. അപ്പൊ അടുത്തതിലേക്ക് പോവാ. ഇങ്ങനെ
ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക. വേറൊരു ഓപ്ഷനാണ് ഇൻഫോഗ്രാഫിക്. അതായത് ഒരു പോസ്റ്റർ രൂപത്തിൽ നമ്മൾക്ക് പഠിക്കുന്ന ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതിൽ ചെയ്യേണ്ടതാണ്, സോ അതും ജനറേറ്റ് ചെയ്തോളൂ. വേണ്ടോ? ഇത്ര മനോഹരമായിട്ടാണത് ഒരു പോസ്റ്റർ രൂപത്തിൽ ഒരുപാട് കാര്യങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു ഒറ്റ ക്ലിക്കിൽ. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. അടുത്തതായി ഡാറ്റ ടേബിൾ. അത് ഈ പറഞ്ഞ പോലെ നമ്മൾക്കൊരു ടേബിള് രൂപത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇവിടെ മാത്സ്, ഫിസിക്സ് ഇതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്ടോ. ഏത് ഭാഷയിലുള്ള കണ്ടന്റ് വേണമെങ്കിലും കൊടുക്കാം, ഏത് ഭാഷയിലേക്കും മാറ്റാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറബി ഭാഷയിലുള്ള ഒരു ഡോക്യുമെന്റ് കിട്ടി, എന്നതിന് ശേഷം നിങ്ങൾ അത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ഡാറ്റ വേണം, ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. എനിക്ക് ഈ ഡാറ്റയിലുള്ള സംശയങ്ങൾ ഇത് കൺവേർട്ട് ചെയ്ത് തരണം. കൺവേർട്ട് ചെയ്ത് മാത്രമല്ല, അതിലേക്ക് ഇപ്പൊ ഞാനിതൊരു അറബിയിലുള്ള ഒരു കണ്ടന്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തത്തിൽ ഇതിലായിരുന്നു. അപ്പോ ഇതെനിക്ക് മലയാളത്തിലാണ് വേണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ മലയാളത്തിലേക്ക് മാറ്റി. ഇതിൽ തന്നെ ഇത് തന്നെ നമ്മളോട് ചോദിക്കും, അപ്പോ ഈ കണ്ടന്റിൽ നിന്നുകൊണ്ട് എന്താണ് നിങ്ങളുടെ സംശയം എന്നൊക്കെ. ഇത് ഫിസിക്സിന്റെ ഒരു നോട്ട്സ് ആണ്. അതില് ഒരു ഡാറ്റ ടേബിള്, ഇതിൽ ഒരുപാട് ഡോക്യുമെന്റ് നമ്മൾ പിന്നെ സോഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഡാറ്റ ടേബിൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാട്ട് എന്ത് ടോപ്പിക്, അധ്യായം എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്, മാർക്ക് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ടേബിൾ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്തേണ്ട. ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച് പഠിക്കുക. കൂട്ടത്തില് നമ്മള് AI ആണ്. അപ്പോൾ ഇതിന് എന്താണ് ഇതിന്റെ നെഗറ്റീവ് വശവും പോസിറ്റീവ് വശവും എല്ലാം തന്നെയുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രോഡക്ടിവിറ്റി കൂട്ടുന്ന രൂപത്തിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുക. അതിനെ ഒരു വേലക്കാരനായി കണ്ടുകൊണ്ട് നമ്മൾ യജമാനായിക്കൊണ്ട് നമ്മുടെ ജോലികള് എളുപ്പത്തിന് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ അടിമപ്പെട്ടു പോകാതെ പലപ്പോഴും പല AI ടൂളുകളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ നമ്മുടെ ബുദ്ധി കൂടി ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കി കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഡാറ്റ ഷെയർ ചെയ്യുമ്പോഴും ഒക്കെ തന്നെ നമ്മൾ എന്താണ് കെയർഫുൾ ആവുക. ഓക്കെ, ഒരുപാട് സാധ്യതകൾ AI ഉപയോഗിച്ചുകൊണ്ടുണ്ട്. എന്താണ് നമ്മുടെ വീട്ടിലായിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, ഏത് രീതിയിലായിക്കോട്ടെ. ഓക്കെ, ഇപ്പോ ഒരാൾ AI ഒരിക്കലും നമ്മളെ റീപ്ലേസ് ചെയ്യില്ല. എ പേഴ്സൺ യൂസിങ് AI വിൽ റീപ്ലേസ് എ പേഴ്സൺ ഹു ഇസ് നോട്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ഉപയോഗിക്കുന്ന ഒരാള് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ 1-2 മണിക്കൂറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വളരെ പെട്ടെന്ന് ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യപ്പെടാം. AI ഒരിക്കലും നമ്മളെ റീപ്ലേസ് ചെയ്യില്ല. നമ്മുടെ എന്താണ് ആംപ്ലിഫൈ ചെയ്യുകയാണ്.
ആ രീതിയിൽ നമ്മൾ കാണുക. ഇത്ര നേരം സാറേ ഇതിൽ നമുക്ക് ഈ പോസ്റ്റർ ഉണ്ടാക്കാൻ പറ്റുമോ? കാൻവ ഉണ്ടാക്കുന്ന മാതിരി പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും ഇതിന്ന്? ഇല്ലല്ലോ, പറ്റുമോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പോസ്റ്റർ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പോസ്റ്റർ മീൻസ് അത്രത്തോളം അതൊരു ഇൻഫോർമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ റെക്കമെൻഡ് ചെയ്യില്ല. എന്നാലും നമുക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു കണ്ടന്റ് കൊടുത്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തോ ഒരു പോസ്റ്റർ ആണിത്. ഓക്കെ 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 സാർ. അപ്പോ ആ രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ കണ്ടന്റ് അതിന് കൊടുത്തതിന് ശേഷം ഇത് തന്നെ ഇതിലേക്ക് നല്ല രീതിയിലുള്ള ഇമേജസ് ആഡ് ചെയ്തു കണ്ടോ. കൂടാതെ ആ പ്രസന്റേഷൻ സ്ലൈഡുകളൊക്കെ ഉണ്ടല്ലോ, ആ പ്രസന്റേഷൻ സ്ലൈഡുകൾ ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ അത് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ പോസ്റ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ സമയം ആയെന്ന് തോന്നുന്നു അല്ലേ? സാറിന്റെ ഫോൺ നമ്പർ ഒന്ന് ഷെയർ ചെയ്തേക്കാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. ഓ, തീർച്ചയായിട്ടും. ഫോൺ നമ്പർ ഓക്കെ, ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. താങ്ക് യു ഫൈസൽ സാർ, ദ വണ്ടർഫുൾ ക്ലാസ്. എന്തായാലും കാലം മാറുമ്പോൾ നമ്മൾ